ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാട്ടോ. ഇപ്പൊ സമയം 10 മണി 10:30 ആയി. ഞങ്ങള് എയർപോർട്ടിൽ പോവാണ്, ഏട്ടനെ വിളിക്കാൻ പോവാണ്. അപ്പൊ ബാക്കിയുള്ള വിവരങ്ങൾ കാണാം. ഹലോ 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 ഗൈസ്, അങ്ങനെ ഇതാ ഞങ്ങൾ റെഡി ആവാനുള്ള പരിപാടിയാണ്. റെഡിയായി, കുറച്ച് പേര് റെഡിയായി, കുറച്ച് പേര് റെഡി ആയിട്ടില്ല. അങ്ങനെ ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ആളും വേദുവിൻ്റെയും ചാരുവിൻ്റെയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊക്കെ സെറ്റാണ്. അതാ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റത്തെ വിളിക്കാൻ പോക്കായ കാരണമാണ് കേട്ടോ ഇത്ര ആൾക്കാർ. എല്ലാവരും ഉണ്ട്, ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ ചെറിയ ബേബി അടക്കം സെറ്റായിട്ട് ഇതാ വന്നിരിക്കുകയാണ് കേട്ടോ, പോകാനുള്ള പരിപാടി. ഞാനിതെല്ലാവരും റെഡി ആയിട്ട് ഇതാ വാതിലടയ്ക്കാനുള്ള പരിപാടി കേട്ടോ. 10 മണി 10:30 ആയി. ഫ്ലൈറ്റ് നേരെ വൈകിട്ടാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. ഇതെല്ലാവരും റെഡി ആയിട്ട് സെറ്റ് അതിൻ്റെ ചെറുതിന് ഉറക്കം പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. 1 മണിയൊക്കെ ആവുകയാളും ഉറങ്ങണമെങ്കിൽ. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ ചെറിയ ആളായാലും വലിയ ആളായാലും ചേച്ചിയുടെ കുട്ടിയായാലും ഒക്കെ ആർക്കും ഉറക്കമില്ല. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ വന്നു. ഞങ്ങളിതാ കയറാനുള്ള പരിപാടി കേട്ടോ. ഏറ്റവും അവസാനം ഞാൻ കയറുന്നത്, കാരണം ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാനതൊക്കെ അവസാനം കയറാൻ സമ്മതിക്കില്ല. അമ്മ അച്ചപ്പോഴേക്കും കയറി പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും ബാക്കിലായ കാരണം ആദ്യം ഞാൻ കയറണമല്ലോ. വണ്ടിയുടെ ഏറ്റവും ബാക്കിൽ ഞാൻ കയറിയിട്ട്, ഞാനും ഏട്ടനും വിജയേട്ടനൊക്കെ ഞങ്ങൾ ഏറ്റവും അവസാനമാണ് കയറിയത്. ബാക്കിലത്തെ സീറ്റിലാണ് കയറിയത്. അങ്ങനെ അതൊക്കെ കയറി പോകാനുള്ള പരിപാടി കേട്ടോ. അതാണ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് പറയാൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ആരെയും വിളിക്കാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് വിളിക്കാൻ പോകണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ പോണത്. പിന്നെ രണ്ട് മൂന്ന് വട്ടം ടിക്കറ്റ് ക്യാൻസലായി. അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം 2-3 വട്ടം ക്യാൻസലായിട്ട് പിന്നെ 4-മത്തെയാണ് ഇപ്പോൾ ഇത് ശരിയായത്. ആദ്യത്തെ ടിക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നു, മാമനും അമ്മായിയൊക്കെ വീട്ടിൽ വന്നു ഏട്ടനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയണത് ഇത് ക്യാൻസലായി. ആ പ്രശ്നം കാരണം ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രശ്നമുള്ള കാരണം അവിടെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷാർജ എയർപോർട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയ കാരണം ക്യാൻസലായി. കാരണം ഏട്ടൻ മണിക്കൂറുകൾ ഉണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. 4-മത്തെ ടിക്കറ്റിലാണ് കേട്ടോ ഓക്കെ ആയത്. ഇതാ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്. പിന്നെ ബൊക്ക കിട്ടിയില്ല. ഞങ്ങൾ കുറേ അന്വേഷിച്ച് ഞങ്ങൾ വരുമ്പോൾ ഒന്നുപോലും കിട്ടിയില്ല. അങ്ങനെ എയർപോർട്ടിൽ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. കുറേ പൂക്കളുണ്ട്, പക്ഷേ നല്ല വില, പറഞ്ഞാൽ നല്ല വിലയാണ്. ഒരു റോസാപ്പൂ തന്നെ 100 രൂപ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു റോസാപ്പൂ അങ്ങോട്ട് മേടിച്ച് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, 2 മേടിച്ച് ഗൈസ്. ഒന്ന് വേദുവിനും ഒന്ന് ചേച്ചി കുട്ടിക്കും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 1.5 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നു ഗൈസ്. അത് ഞാൻ ഏട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഡിലേ ആണെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു സമാധാനം ചെയ്യാത്ത കാരണം ഞങ്ങൾ നേരത്തെ കാലത്ത് ഇറങ്ങി. ഇത് ഏട്ടൻ ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡല്ല കേട്ടോ, ബ്രദറാണേ, തെറ്റിദ്ധരിക്കരുത്. അതിനിതാ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. എനിക്കാണെങ്കിൽ പറ്റണില്ല, ഞാൻ ഈ വീഡിയോ എടുക്കണ കാരണം എനിക്കൊന്നും മിണ്ടാനും പറയാനൊന്നും പറ്റണില്ല. അങ്ങനെ അവരെല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഞാൻ സംസാരിച്ചു. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചാരും ഏട്ടനും ആദ്യമായിട്ട് കാണണം കേട്ടോ. അവർ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഏട്ടൻ പോകുമ്പോൾ എനിക്ക് വിശേഷം 6 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടൻ പോകുമ്പോൾ, ഷാർജയ്ക്ക് പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ കണ്ടിട്ട് പരിചയമുള്ളൂ കേട്ടോ. ചാരുവാണെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിൽ, എയർപോർട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കും വേണം, ഏട്ടൻ വരുന്ന വീഡിയോ എടുക്കും വേണം. ചാരുവിനാണെങ്കിൽ ഞാൻ തന്നെ എടുത്താൽ മതി, വേറെ ആരും എടുക്കരുത്, ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ വാശി പിടിച്ചിട്ട് നല്ല തേങ്ങയിലൊക്കെ ആയിരുന്നു, തേങ്ങി കറിയായിരുന്നു ഞങ്ങൾ. പിന്നെ അത് പെട്ടിയുടെ മേലൊക്കെ ഇരുന്നിട്ട് ഒന്ന് സമാധാനപ്പെട്ട്. പക്ഷേ ഏട്ടെടുത്തപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് പോയില്ല കേട്ടോ. ഇനി ഞങ്ങൾ ഏട്ടനും ഉണ്ണിയും കൂടിയിട്ടൊന്ന് സെറ്റ് ആവാണ്ട് അങ്ങനെ അതാ പെട്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ പോവാനുള്ള പരിപാടി കേട്ടോ. സമയം ഇപ്പോൾ 12:45. ഏട്ടൻ പറഞ്ഞു വിശക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അവിടുന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ എയർപോർട്ടിൽ വന്നതല്ലേ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വിശക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കട പോലും തുറന്നില്ല. പിന്നെ തുറന്നുള്ളത് ഒന്നുമില്ല, നെയ്ച്ചോറ്, നല്ല ചൂട്, നല്ല ആവി പറക്കണ നെയ്ച്ചോറും മുട്ടക്കറിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. അതായത് വീട്ടിലെത്തി ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.